ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. സഹകരണങ്ങൾ വിപുലപ്പെടുത്തി സുൽത്താൻ UAEയിൽ നിന്നും തിരിച്ചെത്തി. സഹകരണങ്ങൾ വിപുലപ്പെടുത്തിയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും 2 ദിവസത്തെ ഔദ്യോഗിക UAE സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മസ്കറ്റിലെത്തി. യാത്രയയപ്പ് ചടങ്ങിന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ നേതൃത്വം നൽകി. ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും UAE പ്രസിഡന്റിന് നന്ദി അറിയിച്ച് സുൽത്താൻ സന്ദേശമയക്കുകയും ചെയ്തു. സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒമാനും UAEയും നിരവധി കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. നിക്ഷേപം, പുനരുപയോഗ ഊർജം, റെയിൽവേ, ആധുനിക സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിലാണ് കരാറുകളിലും ധാരണാപത്രങ്ങളിലും എത്തിയത്. സാമ്പത്തിക, നിക്ഷേപ, സഹകരണ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ പര്യവേഷണം ചെയ്യാനും തിരിച്ചറിയാനും കൈമാറാനും ലക്ഷ്യമിട്ട് ഒമാൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം UAE നിക്ഷേപ മന്ത്രാലയവുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കും സുൽത്താൻ സന്ദർശിച്ചു. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹിയാനും സുൽത്താനെ അനുഗമിച്ചു. തിങ്കളാഴ്ച UAEയിലെത്തിയ സുൽത്താന് ഊഷ്മള വരവേൽപ്പായിരുന്നു ലഭിച്ചത്. അബുദാബിയിലെ പ്രസിഡൻഷ്യൽ എയർപോർട്ടിലെത്തിയ സുൽത്താനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പിന്നീട് ഇരു നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനും UAEയുമായി ബന്ധപ്പെട്ടതും പരസ്പരം താൽപ്പര്യമുള്ള പ്രാദേശിക, അന്താരാഷ്ട്ര വിഷയങ്ങളുമായിരുന്നു ചർച്ച ചെയ്തത്. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രിയും റോയൽ ഓഫീസ് മന്ത്രി, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രി തുടങ്ങിയ നിരവധി മന്ത്രിമാരും സുൽത്താനെ അനുഗമിച്ചു. ഒമാനിലെ സൂഹാർ നഗരത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാനമായ അബുദാബിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല ഹഫീദ് റെയിൽ എന്ന പേരിൽ അറിയപ്പെടും. സുൽത്താൻ്റെ UAE സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒമാനാൻ്റെ ഇത്തിഹാദ് റെയിൽ കമ്പനിയാണ് പുതിയ ബ്രാൻഡ് പേര് പുറത്തിറക്കിയത്. റെയിൽവേ പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും വിനോദസഞ്ചാരവും ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രാ ചരക്ക് സേവനങ്ങൾ നൽകുന്നതിനായി ഏകദേശം 1.16 ശതകോടി റിയാൽ ചെലവിലായിരിക്കും പദ്ധതി ഒരുക്കുക. ഉയർന്ന അന്താരാഷ്ട്ര സുരക്ഷയും പാരിസ്ഥിതിക മാനദണ്ഡങ്ങളും സ്വീകരിച്ചായിരിക്കും നിർമ്മാണം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയായിരിക്കും പാസഞ്ചർ ട്രെയിനുകൾക്കുണ്ടാകുക. ചരക്ക് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സൂഹാറിൽ നിന്ന് ദുബായിലേക്ക് 100 മിനിറ്റ് കൊണ്ടും അലൈനിലേക്ക് 47 മിനിറ്റ് കൊണ്ടും എത്താൻ സാധിക്കും. ചൂണ്ടുവിരലിൽ മഷി പുരളാൻ ഇനി ഒരു ദിനം മാത്രം. വോട്ടർ IDയും വോട്ടർ ലിസ്റ്റിൽ പേരുമുള്ള അനേകം പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനാവാതെ പ്രവാസ ലോകത്ത് കഴിയുന്നു. തെരഞ്ഞെടുപ്പുകളിൽ പലതിലും നാട്ടിൽ പോകാൻ കഴിയാത്തവരാണ് പ്രവാസത്തിലെ ഭൂരിഭാഗവും. വോട്ട് ചെയ്യാനുള്ള രേഖകളെല്ലാം ഉണ്ടായിട്ടും 30 വർഷത്തിനിടെ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത ഗൾഫുകാരുമുണ്ട്. പ്രവാസി വോട്ടവകാശത്തിന് വേണ്ടി സമരവും പോരാതെ കോടതി വഴിയുള്ള ഇടപെടലും ആവശ്യം പ്രവാസി സംഘടനകൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അതങ്ങനെ നിലനിൽക്കുകയാണ്. പ്രവാസികളിൽ ഭൂരിഭാഗവും വ്യക്തമായ രാഷ്ട്രീയവും അതിലേറെ രാജ്യത്തെക്കുറിച്ചുള്ള ആകുലതയും പേറുന്നവരാണ്. ആര് ജയിക്കണം, ആരെ ജയിപ്പിക്കണം എന്നുള്ളതിൽ തിരിച്ചറിവ് വ്യക്തമായി കൊണ്ട് നടക്കുന്നവരാണ്. ഓരോ സാഹചര്യങ്ങളും സൂക്ഷ്മം നിരീക്ഷിച്ചു പോരുകയും തങ്ങളുടെ കുടുംബങ്ങളിലെ വോട്ട് ഈ കക്ഷിയുടെ സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്ത് തെരഞ്ഞെടുപ്പ് കോലാഹലം സാമൂഹിക മാധ്യമങ്ങൾ കീഴടക്കുന്നത്. ബാച്ചിലർ താമസ സ്ഥലത്തും വ്യാപാര സ്ഥാപനത്തിലും ഓഫീസിലും ഫ്ലാറ്റിലും ചായക്കടകളിലും പരസ്പരം കാണുമ്പോഴും നടക്കുന്നത് ചൂടേറിയ രാഷ്ട്രീയ വാക്കുപോര് തന്നെ. വിചാരയും പരസ്പരം പോർ വിളിച്ചും വാതുവെച്ചും പ്രവാസികൾ തങ്ങളുടെ കക്ഷിയെ സംരക്ഷിക്കുന്നു. പ്രവാസ ലോകത്ത് നിന്ന് പ്രബല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാട്ടിലെത്തിയിട്ടുണ്ട്. അവർ അവിടെയും രാഷ്ട്രീയ തിരക്കിൽ തന്നെയാണ്. കുടുംബ സംഗമങ്ങളും വീട് കയറിയും തങ്ങളുടെ കക്ഷികളെ ജയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിൽ. ബുറൈമി ഗവർണറേറ്റിലെ മഹദ വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 പേരെയാണ് പിടികൂടിയത്. മഗധ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു.
ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. പ്രവാസിയിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ പ്രവാസി അറസ്റ്റിൽ. ബാത്തിന പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിൽ 130 പാക്കറ്റിലധികം ഹാഷിഷ് കണ്ടെത്തി. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ദിവസങ്ങൾക്കിടെ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വീടുകളിൽ മോഷണം, വിദേശികൾ അറസ്റ്റിൽ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൂഹാറിൽ നിർമ്മാണത്തിലിരുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടി പൂർത്തീകരിച്ച് വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.